പാകിസ്ഥാന്റെ സൈനിക രഹസ്യാന്വേഷണ ചിലവുകളിലെ സുതാര്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് യുഎസ് രംഗത്ത്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ 2026 ഫിസിക്കൽ ട്രാൻസ്പെറൻസി റിപ്പോർട്ടിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രതിരോധ ഇന്റലിജൻസ് ബഡ്ജറ്റുകൾക്ക് മതിയായ പാർലമെന്ററി സിവിലിയൻ മേൽനോട്ടമില്ല എന്ന ഗുരുതരമായ വിമർശനമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ സൈനിക ഇന്റലിജൻസ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ചിലവുകൾ പൊതുജനങ്ങൾക്കും പാർലമെന്റിനും ആവശ്യമായ രീതിയിൽ അവിടെ പരിശോധിക്കാൻ കഴിയുന്നില്ല എന്നതാണ് അമേരിക്ക ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ പാകിസ്ഥാന്റെ പ്രതിരോധ മേഖലയിലെ സീക്രട്ട് സ്പെൻഡിംഗ് വീണ്ടും അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് എത്തുകയാണ്. സൈനിക രഹസ്യാന്വേഷണ ബജറ്റുകൾക്ക് നിയമനിർമ്മാണ സഭകളുടെ മേൽനോട്ടം ഉറപ്പാക്കണമെന്നതാണ് വാഷിംഗ്ടണിന്റെ പ്രധാന ആവശ്യം. ഇതിന് പുറമെ തന്നെ പാകിസ്ഥാന്റെ സർക്കാർ കടബാധ്യതകളിലും അമേരിക്ക ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ കടബാധ്യത സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ ഇവിടെ പരിമിതമാണ് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ 2026-27 സാമ്പത്തിക വർഷത്തേക്ക് പ്രതിരോധ സേവനങ്ങൾക്കായി തന്നെ 3 ട്രില്യൺ പാകിസ്ഥാൻ രൂപ അവിടെ വകവരുത്തിയതായി തന്നെ അല്ലെങ്കിൽ അതിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 3 വർഷത്തെ പ്രാരംഭം അവിടുത്തെ ഒരു പ്രാരംഭ വിഹിതത്തെക്കാൾ 17.65% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പ്രധാന സൈനിക ഇറക്കുമതികളും പ്രതിരോധ ഏറ്റുമുട്ടലുകളും പ്രധാന പ്രതിരോധ ബഡ്ജറ്റ് തലക്കെട്ടിന് പുറത്തുനിന്നാണ് ധനസഹായം ലഭിക്കുന്നതെന്നും അവയുടെ വിശദാംശങ്ങൾ പരസ്യമല്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ചോദ്യം വെറും ബഡ്ജറ്റ് സുതാര്യതയെക്കുറിച്ച് മാത്രമുള്ളതല്ല. പാകിസ്ഥാന്റെ സൈനിക സംവിധാനത്തിന് ലഭിക്കുന്ന പണത്തിന്റെ യഥാർത്ഥ വലിപ്പവും അതിന്റെ ഉപയോഗവും എത്രത്തോളം ഇവിടെ പൊതുനിരീക്ഷണത്തിന് വിധേയമായി എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം. അമേരിക്ക പാകിസ്ഥാനോട് 3 പ്രധാന കാര്യങ്ങളാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒന്നായി തന്നെ പറയുന്നത് സർക്കാർ ബഡ്ജറ്റ് നിർദ്ദേശമാകട്ടെ അത് സമയബന്ധിതമായി തന്നെ പ്രസിദ്ധീകരിക്കുക എന്നതാണ്. രണ്ടാമതായി തന്നെ പറയുന്നത് സർക്കാർ കടബാധ്യതകളുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടുക. മൂന്നാമതായി തന്നെ സൈനിക രഹസ്യാന്വേഷണ ബഡ്ജറ്റുകൾക്ക് പാർലമെന്ററി അല്ലെങ്കിൽ സിവിലിയൻ മേൽനോട്ടം ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെ തന്നെ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ സൈന്യത്തിന് രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിലും ഭരണ സംവിധാനത്തിലും വലിയ സ്വാധീനമുള്ള പാകിസ്ഥാനിൽ ഈ അമേരിക്കൻ പരാമർശങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ബഡ്ജറ്റ് പുറത്തുവിടുകയും അതുപോലെ തന്നെ സൈനിക ചിലവിന്റെ കണക്ക് പറയൂ എന്ന ഒരു വലിയൊരു വിമർശനമാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ പ്രതിരോധ ചിലവുകളിലെ സുതാര്യതയെക്കുറിച്ച് അമേരിക്ക നേരിട്ട് ചോദ്യം ഉയർത്തുമ്പോൾ ഇത് ഇസ്ലാമാബാദിന് സൈനിക വിമർശനം മാത്രമല്ല, സൈനിക സംവിധാനത്തിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള വാഷിംഗ്ടണിന്റെ ശക്തമായ സന്ദേശം കൂടിയാണ് ഇവിടെ പുറത്തു വരുന്നത് എന്നതുകൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല പാകിസ്ഥാൻ ആകട്ടെ ഇപ്പോൾ കടക്കണിയിൽ നിന്ന് വലിയ രീതിയിൽ പാകിസ്ഥാൻ വളരെയധികം സാമ്പത്തികമായുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വേളയിൽ തന്നെയാണ് അമേരിക്ക ആകട്ടെ ഇത്തരത്തിൽ അതീവ രൂക്ഷമായ ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ ആകട്ടെ അവിടുത്തെ പൊതുജനങ്ങളെയും മറ്റ് എല്ലാവരെയും തന്നെ കബളിപ്പിക്കുകയാണ് എന്നതാണ് ഇതിലൂടെ തന്നെ US ആകട്ടെ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.